വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1200 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലയളവിൽ ചില നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ആണ്ടാണിത്. നേട്ടങ്ങളുണ്ടാകും എന്നു കരുതി ചുമ്മാ എന്നിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. പ്രവൃത്തിയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, പൂരം, അത്തം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങൾക്കും ആഗ്രഹ സഫലീകരണത്തിനും വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾക്കുമെല്ലാം സാധ്യമാകുന്ന ഒരു നല്ല സമയമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ അഭിവൃദ്ധിയും ജോലി ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭ്യമാകുന്ന സമയവും സാമ്പത്തികമായി ഗുണമുണ്ടാകുന്ന സന്ദർഭം കൂടിയാണ്. കുടുംബസൗഖ്യം, സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും മറ്റും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തടസ്സങ്ങളൊന്നും വരാതെ ഫലപ്രാപ്തി സിദ്ധിക്കുന്നതിനായി ഗണപതിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ഒരു സമയമാണ്. കർമ്മരംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അവിവാഹിതർക്ക് വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ്. രോഗികൾക്ക് രോഗമുക്തിയും അല്ലാത്തവർക്ക് പൂർണ്ണ ആരോഗ്യവും സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന പുരുഷനെ സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. തർക്കവിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഹാലക്ഷ്മി ദേവിയെ നല്ലപോലെ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഗുണം ഉണ്ടാക്കും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടവരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാനുള്ള സമയം കൂടിയാണിത്. കുടുംബത്തിൽ സന്തോഷവും മനസമാധാനവും സിദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇത്. സൂര്യദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ ഗുണമുള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായി വളരെ പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതുമാണ്. ഗൃഹത്തിൽ വളരെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. നേട്ടങ്ങൾ കൈവരിക്കാനായി ശിവഭജനവും അയ്യപ്പ ഭജനവും നടത്തുന്നത് നല്ലതാണ്. നിത്യവും ഒരു നേരമെങ്കിലും പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നത് വളരെ നല്ലതാണ്. അത്തം നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സാമ്പത്തിക നേട്ടവും കർമ്മപുരോഗതിയും സർക്കാർ ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റവും പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകുന്നതുമാണ്. സാമ്പത്തിക നേട്ടമുള്ളതിനാൽ ഓഹരി വിപണി പോലുള്ളതിലേക്ക് ധനം ഇറക്കുന്നത് ഉയർച്ചയ്ക്ക് കാരണമാകും. സൂര്യദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ ഗുണപ്രദമായ സമയമാണ്. കുടുംബാന്തരീക്ഷം വളരെ സുഖകരമായിരിക്കും. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. കർമ്മപുരോഗതി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനപുഷ്ടി ഉണ്ടാകുന്നതാണ്. ഭാഗ്യക്കുറി ഒക്കെ ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ വർഷം.
നിത്യവും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. മാതൃസ്വത്തോ പിതൃസ്വത്തോ ലഭിക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നു. ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുകയും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാണ്. പരിശ്രമിക്കുക, നേട്ടങ്ങൾ കൈവരിക്കുക. ഒന്നും ചെയ്യാതെ എല്ലാം കിട്ടും എന്ന് കരുതി വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ശുഭമായി നടക്കുകയുള്ളൂ.